ഒരു കള്ളക്കടത്തിനെ കുറിച്ചാണ് പറയുന്നത്. മയക്കുമരുന്നോ സ്വർണമോ അല്ല, ഇതൊരു ഉറുമ്പ് കടത്തിനെ കുറിച്ചാണ്. അതെ, കിഴക്കൻ ആഫ്രിക്കയിലെ ആളുകൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ റിസ്ക് എടുക്കുന്നത് ജീവനുള്ള ഉറുമ്പുകളെ കടത്താനാണ്. ജീവനുള്ള ആയിരക്കണക്കിന് ഉറുമ്പുകളുമായി 2 ബെൽജിയൻ കൗമാരക്കാർ ഉൾപ്പെടെ 4 പേരാണ് കെനിയയിൽ ഈ ആഴ്ച പിടിയിലായത്. യൂറോപ്പിലും ഏഷ്യയിലും ഈ ഉറുമ്പുകളെ വിറ്റ് ആയിരക്കണക്കിന് ഡോളർ സമ്പാദിക്കാനായിരുന്നു ഇവരുടെ പദ്ധതി. ഉറുമ്പിനെ വിറ്റ് 1 ലക്ഷത്തിനടുത്ത് സമ്പാദിക്കാനാകുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടാണല്ലേ. എന്താണ് ഈ ഉറുമ്പ് കടത്തിന് പിന്നിലുള്ള ലക്ഷ്യം? അതിനേക്കാൾ ഉത്തരം വേണ്ട ഒരു ചോദ്യം, എന്തിനാണ് ആളുകൾ ഇത്ര വില കൊടുത്ത് ഈ ഉറുമ്പുകളെ വാങ്ങുന്നത് എന്നാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിനും വിക്ടോറിയ തടാകത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കെനിയ നിരവധി വംശീയ വിഭാഗങ്ങളും ഭാഷകളുമുള്ള വൈവിധ്യമാർന്ന സംസ്കാരങ്ങളാൽ സമ്പന്നമാണ്. പക്ഷേ പതിറ്റാണ്ടുകളായി മൃഗക്കടത്തിനെതിരെയുള്ള പോരാട്ടത്തിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഈ രാജ്യം. മുതലകളെയും വിഷപ്പാമ്പുകളെയും വളർത്തി ലാഭം കൊയ്യുന്ന രാജ്യമായി ഇവിടെ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. ആനകൾ, കാണ്ടാമൃഗങ്ങൾ, പാങ്കോലിൻ തുടങ്ങിയ മൃഗങ്ങളുടെ ശരീരഭാഗങ്ങൾ ആളുകൾ കടത്തിക്കൊണ്ടുപോയി കരിഞ്ചന്തയിൽ ദശലക്ഷക്കണക്കിന് ഡോളറിനാണ് വിൽപ്പന നടത്തുന്നത്. പല സ്പീഷീസിലുള്ള വന്യമൃഗങ്ങൾ ഈ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഇരയാകാറുണ്ട്. എന്നാൽ സമീപ വർഷങ്ങളിൽ ഈ മൃഗക്കടത്തിൽ വലിയൊരു മാറ്റം തന്നെ സംഭവിച്ചു. ഉറുമ്പുകളടക്കം ചെറിയ ജീവികൾക്ക് വരെ കള്ളക്കടത്തുകാരിൽ വലിയ ഡിമാൻഡ് ഉണ്ടായി. അതിന് തെളിവാണ് കെനിയയിൽ 4 പേരെ അറസ്റ്റ് ചെയ്ത സംഭവം. നൈവാഷ തടാകത്തിനടുത്തുള്ള ഒരു ഗസ്റ്റ് ഹൗസിൽ നിന്ന് ആയിരക്കണക്കിന് ഉറുമ്പുകളുമായാണ് ഇവരെ പിടികൂടുന്നത്. ചത്തുപോകാതിരിക്കാൻ പ്രത്യേകം രൂപകൽപ്പന ചെയ്ത സിറിഞ്ചുകളിലും ടെസ്റ്റ് ട്യൂബുകളിലും പഞ്ഞി നിറച്ചാണ് ഉറുമ്പുകളെ സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെ ചെയ്താൽ ഉറുമ്പുകൾ മാസങ്ങളോളം ജീവനോടെ ഉണ്ടാകുമെന്നാണ് പ്രതികൾ പോലീസിനോട് പറഞ്ഞത്. ഇത്തരത്തിൽ 5000-ഓളം ഉറുമ്പുകളെ ഇവർ പിടികൂടിയിരുന്നു. ഇത്ര കഷ്ടപ്പെട്ട് ഉറുമ്പുകളെ കടത്തിയിട്ട് എന്ത് ലാഭമാണ് ഇവർക്ക് കിട്ടുന്നതെന്നല്ലേ. ജയന്റ് ആഫ്രിക്കൻ ഹാർവസ്റ്റർ ആൻഡ് എന്നറിയപ്പെടുന്ന മെസർ സെഫലോട്സ് ഇനത്തിൽപ്പെട്ട ജീവനുള്ള റാണി ഉറുമ്പുകളെയാണ് ഇവർ കടത്തുന്നത്. ഭീമൻ ആഫ്രിക്കൻ കൊയ്ത്തുകാരി എന്ന പേരിലും ഇവ അറിയപ്പെടാറുണ്ട്. പേര് പോലെ തന്നെ വലിപ്പം കൂടിയ അപൂർവ ഇനം ഉറുമ്പുകളാണിവ. 25 മില്ലിമീറ്റർ വരെ വളരാൻ ഈ ഉറുമ്പുകൾക്ക് സാധിക്കും. കറുപ്പ് നിറമുള്ള ഇവ പ്രധാനമായും കിഴക്കൻ ആഫ്രിക്കയിലാണ് കാണപ്പെടുന്നത്. ഈ ഉറുമ്പുകൾക്ക് ഏകദേശം $7000 വില വിപണിയിൽ ലഭിക്കുമെന്നായിരുന്നു കെനിയ വൈൽഡ് ലൈഫ് സർവീസ് അറിയിച്ചത്. വിപണി അനുസരിച്ച് വിലകൾ വ്യത്യാസപ്പെടും. എന്തിനാണ് ഇത്രയും വില കൊടുത്ത് ആളുകൾ ഇവയെ വാങ്ങുന്നത്? എന്താണ് പ്രയോജനം? ഈ അപൂർവ പ്രാണികളുടെ ചില പ്രത്യേകതകൾ തന്നെയാണ് ഇതിന് കാരണം. ആളുകൾ ഇവയെ വലിയ വില കൊടുത്ത് വാങ്ങുന്നത് വളർത്താൻ വേണ്ടിയാണ്. ഫോർമിക്കേരിയങ്ങൾ എന്നറിയപ്പെടുന്ന പ്രത്യേക ആവാസ വ്യവസ്ഥകളിലോ കൃത്രിമ ഉറുമ്പ് ഫാമുകളിലോ ആണ് ഇവയെ വളർത്തുക. കൊത്തുപണികളുള്ള ധാരാളം അറകളുള്ള കൂടുകളാണ് സെഫ്ലോട്സ് ഇനത്തിൽപ്പെട്ട ഉറുമ്പുകൾ ഉണ്ടാക്കുന്നത്. ഇത് കാണാൻ വേണ്ടിയാണ് ഇവയെ വളർത്തുന്നത്. എന്നാൽ ഈ ഒരു പ്രവണതയിൽ കെനിയ അത്ര സന്തുഷ്ടരല്ല. അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ ഉടമ്പടികൾ പ്രകാരം സെഫലോട്സ് ഉറുമ്പുകളെ സംരക്ഷിച്ചു വരികയാണ് രാജ്യം. മണ്ണിനെ സമ്പുഷ്ടമാക്കാനും വിത്തുകൾ മുളപ്പിക്കാനും പക്ഷികൾക്കും മറ്റ് മൃഗങ്ങൾക്കും ഭക്ഷണം നൽകാനും ഈ ഉറുമ്പുകൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. അതിനാൽ തന്നെ ഇവയുടെ നിയമവിരുദ്ധ കയറ്റുമതിയെ കെനിയ ഗൗരവത്തോടെയാണ് കൈകാര്യം ചെയ്യുന്നത്. കെനിയയുടെ ജൈവ വൈവിധ്യത്തെ ദുർബലപ്പെടുത്തുക മാത്രമല്ല, പ്രാദേശിക സമൂഹങ്ങൾക്കും ഗവേഷണ സ്ഥാപനങ്ങൾക്കും സാധ്യമായ നേട്ടങ്ങൾ കൂടിയാണ് ഈ കള്ളക്കടത്തിലൂടെ ഇല്ലാതാക്കുന്നതെന്ന് അധികൃതർ പറയുന്നു. നിലവിൽ 4 പേരെ അറസ്റ്റ് ചെയ്തത് ഇത്തരം വിഡിത്തങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നവർക്ക് ഒരു പാഠമായിരിക്കുമെന്ന് കെനിയ വൈൽഡ് ലൈഫ് സർവീസ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഉറുമ്പുകളുടെ ജീവൻ അപകടത്തിലായതിനാൽ പ്രതികളുടെ വിചാരണയും തുടർ നടപടികളും വേഗത്തിലാക്കാനാണ് തീരുമാനം. വളർത്താനാണോ അതോ ഉറുമ്പുകളെ വില കൊടുത്ത് വാങ്ങുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശമുണ്ടോ എന്ന അന്വേഷണവും ഒപ്പം നടക്കുന്നുണ്ട്.